അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. താൻ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയോ വ്യക്തമായ നിലപാടോ ഇല്ലാതെ തന്റെ തൊള്ളയിൽ തോന്നുന്നതൊക്കെ വിളിച്ചുകൂവി അത് 4-5 വീഡിയോകളിലൂടെ കുറച്ച് ചിരിയും കുറച്ച് പരിഹാസവും കുറച്ച് അട്ടഹാസവും ഒക്കെ ചേർത്ത് സോഷ്യൽ മീഡിയയിൽ വിളമ്പുന്ന ഒരു വ്യക്തിയാണ് അനിൽ മുഹമ്മദ്. അദ്ദേഹത്തിന്റെ വീഡിയോ പരിശോധിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായി മനസ്സിലാകും അദ്ദേഹം ഒരു പൊതുശല്യമല്ലാതെ അദ്ദേഹത്തിൽ നിന്ന് ഒരു നന്മയും നമുക്ക് ആർക്കും എടുക്കാനില്ല എന്ന്. കൃത്യമായ ഒരു നിലപാടില്ലാതെ തന്റെ തൊള്ളയിൽ തോന്നുന്നൊക്കെ വിളിച്ചുകൂവി അത് 4-5 വീഡിയോകളിലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അതിലൂടെ വരുമാനം കണ്ടെത്തി ജീവിക്കുന്ന അനിൽ മുഹമ്മദിൽ നിന്ന് സമൂഹത്തിന് പ്രത്യേകിച്ച് ഒരു നന്മയും ലഭിക്കാനൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ല. അദ്ദേഹം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രഗത്ഭ വാഗ്മിയായ മുജാഹിദ് ബാലുശ്ശേരിയുടെ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തിയ ഈദ് ഖുതുബയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തു കൊണ്ടുവന്ന് വ്യക്തിഹത്യ നടത്തിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും നടത്തിയ ഒരു സംസാരം കേൾക്കാനിടയായി. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. സഹോദരങ്ങൾ, ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തിയ സംസാരത്തിൽ ഒരിക്കലും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അവഹേളിച്ചുകൊണ്ട് ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. അതുപോലെ തന്നെ അമേരിക്കയെയും ഇസ്രായേലിനെയും വെള്ളപൂശിക്കൊണ്ടും ഒന്നും സംസാരിച്ചിട്ടില്ല. മുജാഹിദ് ബാലുശ്ശേരി അവിടെ പറഞ്ഞു ഇറാൻ എന്ന് പറയുന്ന ഒരു ഷിയ രാജ്യമാണ് എന്നും ആ ഷിയാക്കളിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ അവരുടെ ഒരു പൗരനാകണമെങ്കിൽ അവർ പറയുന്ന ഒരു ഷഹാദത്ത് ഉണ്ട്, ആ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും ആയിഷ ബീബിയെയും ഹഫ്സ ബീബിയെയും ഒക്കെ നരകത്തിലാണ് എന്ന് പറയുന്നതും അവർക്ക് വേണ്ടി ലഅനത്ത് പറയുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നിടക്ക് പൗരനാകണമെങ്കിൽ എന്നിടക്ക് പൗരത്വം എന്ന് പറയുന്ന ഒരു പ്രയോഗം അധികമായി പറഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് എടുത്തു വെച്ചുകൊണ്ടാണ് ഈ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ പണ്ട് ആരൊക്കെയോ പറഞ്ഞു വെച്ച ആരോപണങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നത്. അത്തരം ചില അപൂർവമായ സംഗതികളുമായി രംഗത്ത് വരുന്ന ചിലരുണ്ട്. അതിലൊരാളുടെ വാക്കുകൾ കേൾക്കാം. ദേ കേട്ടോളൂ. അദ്ദേഹം അവിടെ പൗരത്വം എന്ന് പറയുന്ന ഒരു പ്രയോഗം അധികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം ഇറാൻ എന്ന് പറയുന്ന ഒരു ഷിയ രാജ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാനിലെ ഒരു പൗരനാകണമെങ്കിൽ അവർ പറയുന്ന ഷഹാദത്ത് ചെല്ലണം, അതായത് ഒരു ഷിയയെ ആകണമെങ്കിൽ അവർ പറയുന്ന ഷഹാദത്ത് ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംസാരം പോകുന്നത്. അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ സംസാരിച്ചതിന്റെ ഇടയിലൂടെയാണ് ഈ ഒരു വിഷയം കൂടി സംസാരിക്കുന്നത്. അത് ആ സംസാരത്തിന്റെ പൂർണ്ണരൂപം കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുന്നതാണ്. രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആദ്യമായി ആറ്റം ബോംബ് കൊണ്ടുവന്ന് അണുപ്രസരണമുള്ള ബോംബ് കൊണ്ടുവന്ന് തുപ്പിയ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട രാജ്യം അമേരിക്കയായിരുന്നു. അന്ന് ജോൺ എഫ് കെന്നഡിയുടെ നേതൃത്വത്തിൽ ലിറ്റിൽ ബോയ് എന്ന പേരിൽ ജപ്പാനിൽ കൊണ്ടുവന്ന് ബോംബ് തുപ്പിയപ്പോ ന്യായമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ ജപ്പാനിന്റെ കൂടെ നിന്നതും അന്ന് നമ്മളോടൊപ്പം നിന്നതും ഇന്നും നാം ആവശ്യത്തിൽ അവരോടൊപ്പം നിൽക്കുന്നതും അവരുടെ പക്ഷത്ത് നീതിയുണ്ട് എന്നതുകൊണ്ടാണ്. ലോകത്തെവിടെയൊക്കെ നീതിയുണ്ടോ, ലോകത്തെവിടെയൊക്കെ അനീതി പ്രവർത്തിക്കുന്നുവോ ആ അനീതിക്കെതിരാണ് എന്നും മുസ്ലിം സമുദായം. ഖുർആന്റെ 5-ാം അധ്യായം, വിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 8-ാമത്തെ വചനത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസായിലെ 135-ൽ പറയുന്നത് സ്വന്തത്തിനെതിരാണെങ്കിലും ആ സ്വന്തത്തിന്റെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും ധനാഢ്യനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ വിശ്വാസി സമൂഹമേ നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യത്വ ശക്തി ലോകരാജ്യങ്ങളിൽ പെട്രോളിയം കണ്ട് എണ്ണഖനികൾ കണ്ട് അത് കീഴടക്കാനുള്ള ലോകത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് അറിയുമോ? നാം ജീവിക്കുന്ന രാജ്യം പോലും ഭരിക്കുന്നത് ഒരു ജനാധിപത്യത്തിന്റെ പേരിൽ തെരഞ്ഞെടുത്ത ഭരണാധികാരികളല്ല, ആദാനിമാരും അംബാനിമാരുമാണ് എന്ന തിരിച്ചറിവ് നോക്കുണ്ടാകണം. നമ്മുടെ റോഡിന്റെ വികസനം അവരുടെ കൈകളിലാണ്, നമ്മുടെ സീപോർട്ടിന്റെ വികസനം അവരുടെ കൈകളിലാണ്, നമ്മുടെ എയർപോർട്ടിന്റെ വികസനം അവരുടെ കൈകളിലാണ്, നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ വികസനം അവരുടെ കൈകളിലാണ്. ലോകത്തൊന്ന് കോടീശ്വരന്മാർ ലോകം ഭരിച്ചുവോ അവിടെ ഏറ്റവും വലിയ കച്ചവടായുധം ആ യുദ്ധായുധമാണ് നാം നിർമ്മിക്കുന്ന വെപ്പണുകളാണ്. അത് വിൽക്കാനാണ് അമേരിക്കൻ കച്ചവടക്കാരൻ ട്രംപ് എന്ന് പറയുന്ന മനുഷ്യത്വമില്ലാത്ത പൈതൃകമവകാശപ്പെടാനില്ലാത്ത മനുഷ്യൻ എന്ന രൂപം പോലും പലപ്പോഴും സ്വന്തം ശരീരത്തിൽ സൂക്ഷിക്കാത്ത ഒരു ബൊമ്മയെ പോലെയുള്ള ഒരു സൃഷ്ടി ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആയുധ കച്ചവടമാണ്.
ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെടുന്നത് ബോംബുകളാണ്, ആയുധങ്ങളാണ്, AK-47കളാണ്. അത് കച്ചവടം നടത്തുന്ന ഒന്നാം തര കച്ചവടക്കാരനാണ് ട്രംപ് എന്ന ഭൗതികവാദി, മനുഷ്യത്വ വിരുദ്ധവാദി, മാനവിക വിരുദ്ധവാദി, രാജ്യവിരുദ്ധവാദി, ദേശത്തിന്റെ നീതിക്കെതിരെ ശബ്ദിക്കുന്ന, അനീതി മാത്രം കൈമുതലാക്കിയ തിട്ടൂരമുള്ള ഒരു ചട്ടപ്പി ട്രംപിന്റെ വമ്പിന്റെ മുമ്പിൽ ഇടപെടാതെ കാലുമായി നിങ്ങളുടെ സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞതാണ്. നിങ്ങൾ റബ്ബിന്റെ സഹയാത്രികരാവുക, നിങ്ങൾ റബ്ബിന്റെ സഹായികളാവുക. എങ്കിൽ റബ്ബ് നിങ്ങളെ സഹായിക്കും, റബ്ബ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തും. ആയുധമില്ലാത്ത നിരായുധരായ പട്ടിണിപ്പാവങ്ങളായ ബദർ യുദ്ധത്തിൽ വന്ന 313 അള്ളാഹ് സഹായിച്ചത് അതേ വിശുദ്ധ ഖുർആൻ പറയുന്ന പോലെ 1000 മലക്കുകളെ കൊണ്ടാണ്. ആർക്കും കാണാനാവാത്ത മിസൈലുകൾ ഉപയോഗിക്കുന്നത്, പട്ടാളച്ചിട്ടയിൽ കാണാനാവാത്ത അള്ളാഹുവിന്റെ സബാനിയാക്കൾ, അള്ളാഹുവിന്റെ സൈന്യങ്ങൾ ലോകത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ ഉറപ്പിച്ചു നിർത്തുന്ന വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദയാണ്. ആ ഖുർആനുമായി നിരന്തരമായ ബന്ധം തുടരേണ്ടതുണ്ട്. ലോകത്തെല്ലാ കച്ചവടങ്ങളും ചിലപ്പോൾ പൂട്ടിപ്പോകും, ഹോട്ടലുകൾ ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും, ഗ്യാസ് ലഭിക്കുന്നവരെ, ഇന്ധനം ലഭിക്കുന്നവരെ നാം പ്രാരാബ്ദങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. പക്ഷേ ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. നമുക്കിവിടെ നിർഭയത്വമുണ്ട്. ഒരു പനോലപ്പടക്കം പെട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല, ഒരു ബോംബ് നമ്മുടെ വീടുകളിൽ വന്ന് വീഴും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പ്രവാസ ലോകത്ത് അങ്ങനെയല്ല. നിങ്ങൾ അറിയണം, സൗദി അറേബ്യ ഈ രാജ്യത്തേക്ക് ഉപജീവനം എത്തിക്കുന്ന രാജ്യമാണ്. UAE ഈ രാജ്യത്തേക്ക് ഭക്ഷണം എത്തിക്കുന്ന രാജ്യമാണ്. സഹോദരങ്ങളെ, കുവൈറ്റ് ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ ഫണ്ട് നൽകിയ രാജ്യമാണ്. സഹോദരങ്ങളെ, ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിലോ ഈ രാജ്യത്തെ പൗരന് ഉപജീവനം നൽകുന്നതിലോ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് പങ്കുണ്ടെന്ന് കരുതരുത്. ആ നിലക്കല്ല ഈ യുദ്ധത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇറാനിനൊപ്പം നിൽക്കുന്നത്. നേരെ മറിച്ച് അവരോട് അവർ അനീതി കാണിച്ചു എന്നതിന്റെ പേരിലാണ്. നമ്മുടെ ഈ സദസ്സിൽ ഇറാനിൽ നിന്ന് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ഒരു പൗരനും ഉണ്ടാകില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ബിൻ ഖത്താബിനെയും ഉസ്മാൻ ബിൻ അഫ്ഫാനെയും അവർ നരകാവകാശികളാണെന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിയാലേ ഇറാനിൽ ഒരു പൗരന് പൗരത്വമുള്ളൂ. അറിഞ്ഞുകൊള്ളുക, ഇറാനിൽ ഒരാൾക്ക് പൗരത്വം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി നരകത്തിലാണെന്ന് അവർ ഷഹാദത്ത് കലിമ ചൊല്ലണം. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ നിലയിലൊന്നും ഇവിടെ ഇരിക്കുന്ന ഒരു മുസ്ലിമിനും ഇറാനുമായി ബന്ധമില്ല. നമ്മൾ ഇറാനിന്റെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. സഹോദര, നാം ആലോചിക്കുന്ന പോയിന്റുകളിൽ ഒന്നതാണ്. എന്നാൽ ഈ ഒരു വാക്ക് പിഴവിനെ കുറിച്ച് ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി നമുക്ക് കേൾക്കാം. അതായത് അന്നത്തെ പ്രസംഗത്തിലെ ഇപ്പം ഇത് ഷിയാക്കള് ഷഹാദ ചൊല്ലിക്കുന്നതാണല്ലോ. അപ്പം ഇറാൻ ഒരു ഷിയ രാഷ്ട്രമാണല്ലോ. അപ്പോൾ അവിടുത്തെ പൗരനാകണമെങ്കിൽ എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. പൗരത്വം എന്ന പദം വന്നപ്പോഴാണ് തെറ്റിദ്ധാരണയുടെ കാരണമായത്. ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല. ഇറാൻ ഷിയ രാഷ്ട്രമാണ്. ഷിയാക്കളുടെ പൊതുവേ രൂപം, അതിനിപ്പം ഇവർ സാക്ഷ്യം വഹിച്ചാലും ഇല്ലെങ്കിലും, ഇവരിലൊരു ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും, അബൂബക്കർ സിദ്ദീഖും ഉമർ ബിൻ ഖത്താബും ഉസ്മാൻ ബിൻ അഫ്ഫാനും അതുപോലെ ആയിഷ ബീവിയും ഹഫ്സയും ഒക്കെ നരകത്തിലാണ് എന്ന് വിശ്വസിക്കൽ ഇവർക്ക് നിർബന്ധമാണ്. അത് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ ഷിയ. അത് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതിൽ പൗരത്വം എന്ന പദം പൗരനാകണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ അംഗമാകണമെങ്കിൽ എന്ന് പറയുന്നതിന് പകരം പൗരത്വം എന്ന പദം വന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ബോധപൂർവ്വം ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. അപ്പം ഈ ക്ലിപ്പ് അതിനോട് ആഡ് ചെയ്ത് ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടായാൽ നന്നായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ മതി. നമ്മളതിനെ ന്യായീകരിക്കാനാണോ പൗരത്വം എന്ന പദം വന്നതുകൊണ്ടായിരിക്കാം എല്ലാവരും തെറ്റിദ്ധരിച്ച്. ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല, വല്ലാഹി ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു കള്ളം പറയേണ്ട കാര്യം ആ വിഷയത്തിലില്ല കേട്ടോ. അതാണ് എനിക്കതിനെ പറ്റി പറയാനുള്ളത്. ഇറാൻ എന്ന് കേൾക്കുമ്പോൾ അതൊരു ഷിയ രാഷ്ട്രമാണെന്ന് അറിയാത്ത ആരുമില്ല. ആ ഷിയാക്കളുടെ വിശ്വാസത്തിന്റെ ബേസ് ഇതാണ്. അത് പറയാനാണ്. അല്ലാതെ നമ്മുടെ നാട്ടിൽ പൗരത്വം കിട്ടുന്ന പോലെ ഒരു വ്യക്തിക്ക് പൗരത്വം കിട്ടാൻ ഇത് ചൊല്ലിയേ പറ്റൂ എന്ന അർത്ഥത്തിലല്ല അത് പറഞ്ഞത്. അത് ആ സന്ദർഭത്തെ നോക്കി മനസ്സിലാക്കിയാൽ വലിയ കാര്യം. മനസ്സിലായല്ലോ. ഇറാൻ എന്ന് പറയുന്ന ഒരു ഷിയ രാജ്യമാണ്. ആ ഷിയയുടെ പൗരനാകണമെങ്കിൽ അവർ പറയുന്ന ഷഹാദത്ത് ചെല്ലണം. ഏതാണ് ആ ഷഹാദത്ത്? നമുക്കൊന്ന് കേൾക്കാം. അഷ്ഹദു അന്ന അബാ ബക്ർ വഉമർ وعثمان وعائشة وحفصة في النار أبرأ إلى الله وإلى رسوله وإلى رسوله لا شوف مو وإلا لا يعني لا تقول don't say وإلا
say وإلى 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 وإلى. وإلى. الأخ لأنه يعني متربي في بريطانيا وعايش في بريطانيا فلذلك لغة العربية شوية صعبة. أشهد أشهد لا أبرأ أبرأ إلى الله إلى الله وإلى وإلى رسوله رسوله من من أبي بكر أبي بكر وعمر وعمر وعثمان وعثمان وعائشة وعائشة وحفصة وحفصة لعنة الله عليهم. صلوا على محمد وآله. اللهم صل على محمد وآل محمد وعجل فرجهم هنيئا لك هنيئا لك الإيمان. സഹോദരങ്ങളെ, ഈ പറയുന്ന ഷഹാദത്ത് ഇറാൻ പ്രേമം മൂത്ത ഈ അനിൽ മുഹമ്മദ് ചെല്ലും. നമുക്കതൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാളും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയേക്കാളും അഫ്സ ബീബി റളിയല്ലാഹു അൻഹയേക്കാളും ഇയാൾക്കും ഇയാളെ പേറി നടക്കുന്ന ആളുകൾക്കും പ്രാധാന്യമുണ്ടാകുക ഷിയാക്കളെ ആയിരിക്കാം. ചില ആളുകൾക്കൊക്കെ ഷിയാ പ്രേമം വല്ലാണ്ട് മൂത്തിട്ടുമുണ്ട്. അത്തരം ആളുകൾ ഈ രീതിയിൽ ഒരുപക്ഷെ പറയാനും സാധ്യതയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളെ കുറിച്ച് അവരൊക്കെ നരകത്തിലാണ് എന്നും അവരുടെ മേലിൽ ലാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊക്കെ നിസ്സാരമായി കാണുന്ന ഇവരെ പോലെയുള്ള അല്പജ്ഞാനികളോട് നമ്മൾ എന്ത് പറയാനാണ്? ഈ മനുഷ്യൻ ഇത് പറയുന്നത് അടച്ചിരിക്കുന്ന ഒരു ബാത്റൂമിൽ ഇരുന്നാണെങ്കിൽ വീട്ടുകാർ അദ്ദേഹത്തിന് വേണ്ട ചികിത്സ കൊടുത്താൽ മതിയാവും. അത് താങ്കളുടെ കാര്യത്തിൽ താങ്കളുടെ കുടുംബക്കാരോട് പറയുന്നതാണ് കൂടുതലും നല്ലത്. കാരണം താങ്കൾ ഒരു പൊതുശല്യമായി മാറിയിരിക്കുകയാണ്. ഇനി വീടിനകത്താണ് ഇരുന്ന് പറയുന്നതെങ്കിൽ മുറികളും ജനലുകളും ഒക്കെ അടച്ചാൽ എന്നിട്ട് ആരെയെങ്കിലും അടിയന്തരമായി ഒരു 108 വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ഈ രോഗത്തിനൊരു ചികിത്സ ഉണ്ടാവും. അതും താങ്കൾ താങ്കളുടെ ഭാര്യയോടും മക്കളോടും ഒക്കെ പറയുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. പ്രത്യേകിച്ച് താങ്കളിൽ നിന്ന് ഈ രീതിയിലുള്ള ഇളക്കം ഉണ്ടാകുന്ന സമയത്ത് അവർക്കത് സിഗ്നലായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ താങ്കൾ എന്തിനെന്നറിയാതെ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ചില ആക്ഷനുകൾ കാണിക്കാറുണ്ടല്ലോ. ആ ആക്ഷൻ കാണുമ്പോൾ ആ 108 ആംബുലൻസ് വിളിച്ചുകൊണ്ട് അങ്ങനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ താങ്കളുടെ ഈ രോഗം മാറിക്കിട്ടുമെന്നൊക്കെ മക്കളോടൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. വല്ല കാര്യമുണ്ടോ? ഇത്രയും പേരെ സ്വർഗത്തിൽ പോകത്തോളെങ്കിൽ ഇത്രയും വലിയ സ്വർഗത്തിന്റെ ആവശ്യം. ഇത് കേവലം എൻ്റെ ഒരു ആരോപണമായി ആരും കാണേണ്ട. ഇത് കൃത്യമായ ഒരു മുസ്ലിയാർ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം ഒരു മഹാപണ്ഡിതനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, 2 ജീവികളുടെ ചിരിയാണ് നമ്മളിവിടെ കണ്ടത്. മനുഷ്യന്മാരൊക്കെ പ്രത്യേകമായൊരു വികാരമുണ്ടായാൽ, അതായത് തമാശയോ മറ്റൊക്കെ തോന്നിയാലാണ് ചിരിക്കാറുള്ളത്. പക്ഷേ ഈ കണ്ട വ്യത്യസ്തമായ 2 ജീവികൾ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അത് കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടി വരും, എന്തിനാണ് ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ കുടുംബക്കാരോട് പറഞ്ഞ് ഇങ്ങനെ ഒരു അളക്കമൊക്കെ ഉണ്ടാകുമ്പോൾ, ഈ രീതിയിലൊക്കെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് ഈ രീതിയിൽ ആക്ഷനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് 108 ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈദ്ഗാഹിൽ ഈദിൻ്റെ പ്രസംഗം നടത്തുമ്പോഴാണ് ഈ തൊപ്പിയും താടിയും കണ്ണാടിയും വെച്ച്. ഈ തൊപ്പിയും താടിയും കണ്ണാടിയും ഒക്കെ നിങ്ങൾക്കൊരു പരിഹാസമായിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പരിഹാസമല്ല. താടി എന്ന് പറയുന്നത് ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. നിങ്ങൾ ഈ പരിഹസിക്കാൻ വേണ്ടി ഈ രീതിയിലൊക്കെ എടുത്തു പറഞ്ഞ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുമ്പോൾ താങ്കളുടെ കോലം എന്താണ്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പറഞ്ഞ ഒരു വിഷയമുണ്ട്. താടി നിങ്ങൾ വളർത്തുക, മീശ നിങ്ങൾ ചെറുതാക്കുക. എന്തിനു വേണ്ടിയാണ്? ജൂതനിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടി. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ പറയുന്ന ബഹുദൈവ ആരാധകരിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടി താടി നിങ്ങൾ നീട്ടി വളർത്തുകയും മീശ ചെറുതാക്കുകയും ചെയ്യണമെന്ന്. അതും ബഹുദൈവ ആരാധകരിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടി. ഇവിടെ നിങ്ങളുടെ കോലം എന്താണ്? താടി പൂർണ്ണമായും വടിച്ചു കളഞ്ഞ് പുതിയ അലൂമിനിയം ചട്ടിയുടെ അടിപോലെയാക്കി വെച്ച് വല്ല കാര്യമുണ്ടോ? എന്നിട്ടാണ് മതപണ്ഡിതന്മാരെ വിമർശിക്കാൻ താങ്കൾ രംഗത്ത് വരുന്നത്. ഈ മനുഷ്യൻ വെറും പച്ചക്കള്ളം, പച്ച നുണ, അറിവില്ലായ്മ ഒരു അലങ്കാരമായി എടുത്ത് ഒരു രാജ്യത്തെ ആക്ഷേപിക്കുന്നത്. ഇതൊരു പച്ചക്കള്ളമോ അല്ലെങ്കിൽ അറിവില്ലായ്മ ഒരു അലങ്കാരമായി എടുത്ത് നിങ്ങളെപ്പോലെ സംസാരിക്കുന്നതല്ല. കൃത്യമായി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞ കാര്യം നമ്മൾ ഷഹാദത്ത് നമ്മൾ കേട്ടു. അതുമാത്രമല്ല, അവർ കേക്കൊക്കെ മുറിച്ചുകൊണ്ട് ആഘോഷിച്ച് അർമാദിച്ച് പറയുന്ന ആഘോഷിക്കുന്ന രംഗം കൂടി നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്.
മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി നമ്മുടെയൊക്കെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമ്മുടെ അനിൽ സാറ് ഇങ്ങനെയൊക്കെ പറയുമോ? ആയിഷ ഫിന്നാർ എന്ന് പറയുമോ? നഊസു ബില്ലാഹ് നിങ്ങൾ പറയുമോ? നിങ്ങളെയൊക്കെ വലിയ ഷെയ്ഖുസ്സമാനായി കൊണ്ട് നടക്കുന്ന കുറെ ആളുകളുടെ മുരീദന്മാരുണ്ടല്ലോ, അവരൊക്കെ ഇത് പറയുമോ? പറയാൻ പറ്റില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നതിലൊന്നും ഒരു ആത്മാർത്ഥതയോ കൃത്യമായ ധാരണയോ ഒന്നുമില്ലല്ലോ. തൊള്ളയിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറയുകയാണല്ലോ. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇതുമല്ല ഇതിനപ്പുറവും വേണമെങ്കിൽ വിളിച്ചു പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു പൊതുശല്യമാണ് എന്ന്. ഇയാൾ എന്തിനാണ് ഇത് ആക്ഷേപിക്കുന്നതെന്ന് ചോദിച്ചാൽ വേറെ കാര്യമൊന്നുമില്ല. ഇയാളെപ്പോലുള്ളവർക്കൊക്കെ നിലനിൽക്കുന്നതിനാവശ്യമായ സയനിസ്റ്റ് പണം ഒഴുകി വരുന്നുണ്ടെന്ന് ചിലരൊക്കെ ആക്ഷേപിക്കുന്നത് ശരിയല്ലേ എന്ന് നമ്മളെപ്പോലും ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ഇയാളൊക്കെ ഇത്തരം പ്രഖ്യാപനങ്ങൾ ഒരു വേദിയിലൂടെ നടത്തുന്നത്. താങ്കൾ ഈ പറയുന്നതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ താങ്കൾ അമേരിക്കൻ കമ്പനിയിൽ നിന്ന് താങ്കൾക്ക് വരുന്ന വരുമാനം ആദ്യം നിർത്തുക. അതിലൂടെയാണല്ലോ താങ്കളുടെ ഉപജീവന മാർഗം. അത് താങ്കൾ നിർത്തുക. പറയാൻ കാരണം താങ്കൾ താങ്കളുടെ തൊള്ളയിൽ തോന്നുന്നതൊക്കെ വിളിച്ചുകൂവി 4-5 വീഡിയോകളായി പ്രചരിപ്പിക്കുന്ന എവിടെയാണ്? അമേരിക്കൻ കമ്പനികളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അമേരിക്കൻ കമ്പനികളൊക്കെ നിങ്ങൾ ബഹിഷ്കരിക്കുക. അതിലൂടെ കിട്ടുന്ന വരുമാനം നിങ്ങൾ നിർത്തുക. അതിലൂടെ നിങ്ങൾക്ക് മാത്രമല്ല അവർക്കും വരുമാനം വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ബഹിഷ്കരിക്കുക. അതാണ് നിങ്ങൾ ആത്മാർത്ഥയുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അതിലൂടെ സമൂഹത്തിന് ഒരു പൊതുശല്യം ഒഴിഞ്ഞു കിട്ടുകയും ചെയ്യും. താങ്കൾ പറയുന്നതിൽ ആത്മാർത്ഥയുണ്ട് എന്ന് സമൂഹം മനസ്സിലാക്കുകയും ചെയ്യും. അദ്ദേഹം ഇത് പറയാൻ കാരണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ നിലപാട് ആവർത്തിച്ച് പറയുകയും നമ്മുടെ സംഘടനയ്ക്ക് കൃത്യമായ നിലപാടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. നിങ്ങൾ നോക്കൂ, ഇന്ന് ലോകത്തെ അറബ് രാജ്യങ്ങളിൽ ഈദ്ഗാഹുകളില്ല. അറബ് രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മൈതാനങ്ങളിൽ വിശാലമായ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കാറുള്ളത്. അറബ് രാജ്യങ്ങളിൽ നിന്ന് ഈദ്ഗാഹുകളില്ല, പബ്ലിക്കിലെ സംഗമങ്ങളില്ല, അവിടെ പ്രഭാഷണങ്ങളില്ല. എല്ലാവരും പള്ളിയുടെ ഉള്ളിൽ ഈ കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു കൊള്ളണം. എന്താണ് അതിന്റെ കാരണം? അവിടെ യുദ്ധത്തിന്റെ ഭീതിയിലാണ്. അവിടെ ബോംബുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു, അവിടെ ക്ലസ്റ്റർ ബോംബുകൾ വീണുകൊണ്ടിരിക്കുന്നു, അവിടെ പാട്രിയോട്ടിക് മിസൈലുകൾ വീണുകൊണ്ടിരിക്കുന്നു. അവിടെ ആളുകൾക്ക് ഭീതിയാണ്. കാരണം വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, അവരെ അല്ലാഹു ഭയപ്പാട് കൊണ്ട് പരീക്ഷിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രയേൽ എന്ന് പറയുന്ന ലോക ഭീകരവാദ രാഷ്ട്രം, ലോകത്തിലെ ഏറ്റവും നീചന്മാർ ജീവിക്കുന്ന രാഷ്ട്രം, ലോകത്തിൽ മനുഷ്യത്വം പരിപൂർണമായി നശിച്ചുപോയ ഭരണാധികാരികൾ അത് ഉദയം ചെയ്ത നാൾ മുതൽ ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രം, ആ രാഷ്ട്രം ഫലസ്തീനിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പാവപ്പെട്ട കുട്ടികളുടെ മേൽ അവിടെ ആയുധങ്ങളിൽ നമുക്കറിയാം അവർ തിരിച്ചു ബോംബുകൾ ഇടുന്നില്ല, അവർ കല്ലെടുത്തെറിയുകയാണ്. അത്രയും നിസ്സഹായരായ പാവപ്പെട്ട പിഞ്ചു പൈതങ്ങൾക്ക് അവിടെ ഇന്ന് ഇതുപോലെ സംഗമങ്ങളില്ല എന്ന് നാം അറിയണം. നമ്മൾ ഇട്ട പോലെ പുതുവസ്ത്രങ്ങൾ ധരിച്ച് നമ്മുടെ മടിയിലിരുന്ന് നമ്മുടെ പിഞ്ചു പൈതങ്ങൾ നമ്മുടെ കൂടെ വരുന്ന പോലെ, നമ്മുടെ പെൺകുട്ടികൾ ധരിച്ച പോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച്, നമ്മുടെ ആൺകുട്ടികൾ ധരിച്ച പോലെ പാന്റ് ഷർട്ടും ധരിച്ച് അവിടെ വരാൻ സൗഭാഗ്യമില്ല. അവരുടെ മുഖത്ത് ബോംബുകളുടെ അടയാളമുണ്ട്, അവരുടെ ശരീരത്തിൽ മുറിപ്പാടുകളുണ്ട്, അതിലേറെ അവരുടെ മനസ്സുകളിലുള്ള ആഴമേറിയ മുറിവുകളുണ്ട്. ലോകം മുഴുവനും അലഞ്ഞു കടന്ന ജൂതന്മാരെ, ലോകത്ത് മനുഷ്യർ ആരും പരിഗണിക്കാത്ത ജൂതന്മാരെ, ക്രൈസ്തവ ലോകം പരിഗണിക്കാത്ത ജൂതന്മാരെ, മറ്റു മതവിഭാഗങ്ങൾ ജീവിക്കുന്ന രാഷ്ട്രങ്ങൾ പരിഗണിക്കാത്ത ജൂതന്മാരെ മനസ്സിന്റെ അലിവ് കൊണ്ട്, കാരുണ്യം കൊണ്ട്, കരുണാമയനായ റബ്ബിന്റെ തൗഫീക്ക് കൊണ്ട് ഫലസ്തീനികൾ സ്വീകരിച്ചപ്പോ ആ വീട് കൈയടക്കുകയും ആ നാട് കൈയടക്കുകയും 1948 അവിടെ ഒരു വൃത്തികെട്ട രാഷ്ട്രത്തെ, മാനവ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നീചന്മാരുടെ രാഷ്ട്രത്തെ പഠിക്കുകയും അമേരിക്ക എന്ന് പറഞ്ഞ നീചത്വത്തിന് എന്നും കൂട്ടുനിൽക്കുന്ന രാജ്യം അവർക്ക് പച്ചക്കൊടി കാണിക്കുകയും 15 ലക്ഷത്തോളം മനുഷ്യരെ കൊന്നൊടുക്കി കോളനിവൽക്കരണത്തിന് വിധേയമായ ബ്രിട്ടൻ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ അത് പിതൃത്വം അവകാശപ്പെടാനില്ലാത്ത ജൂതരാഷ്ട്രം ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അവരിന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ലോകത്തെ മുസ്ലിമീങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം. മുസ്ലിങ്ങളോട് വിരോധമുണ്ടാകാൻ കാരണം അവർ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാത്തത് കൊണ്ടല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യത്വമുള്ള, ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ പരിഗണിച്ച ഒരു മതസമൂഹത്തിന് ഏറ്റവും വലിയ പീഡനം ഉണ്ടാകാനുള്ള കാരണം അവർ മുസ്ലിങ്ങളായി എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്, അവർ ഇസ്ലാമിന്റെ അനുയായികളായി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്, മഹത്വപൂർണമായ ഒരു ആദർശം അവർ സ്വീകരിച്ചു എന്നതുകൊണ്ടാണ്. ലോകാടിസ്ഥാനത്തിൽ അവർക്കിടയിലുള്ള ഐക്യമാണ് ലോകത്തുള്ള പല ശത്രുക്കളെയും ഇസ്ലാമിനെതിരെ തിരിയാൻ കാരണമായത്. നിങ്ങളെപ്പോലുള്ള അന്തംഗമികൾക്ക് അന്ധമായ സംഘടനാ വിദ്വേഷം വെച്ച് പുലർത്തി വിവരക്കേടുകൾ വിളിച്ചു പറയുമ്പോൾ അണ്ണാക്ക് തൊടാതെ പൊതുജനം വിശ്വസിക്കും.
സന്തോഷിക്കുമെന്നൊക്കെയുള്ള ധാരണ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതൊക്കെ 8ആയി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്നാണ് അനിൽ മുഹമ്മദിനോട് പറയാനുള്ളത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യർക്ക്, ആർക്ക്, ഈ പറയുന്ന സംഘടനാ മുസ്ലിങ്ങൾക്ക്, സംഘടനയുടെ അടിമത്വം ബാധിച്ച് ഇവരെപ്പോലുള്ളവർക്ക് സുഖസുഭിക്ഷമായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഇവരൊക്കെയാണ് ഇതിൻ്റെ വലിയ കൊടിയടയാളങ്ങൾ മതത്തിൻ്റേതെന്ന പേരിൽ അംഗീകരിച്ച് അടിമകളെപ്പോലിരുന്ന് ഇദ്ദേഹത്തിനെ പോലെ ഒരാളുണ്ടോ എന്ന് ഇങ്ങനെ മൂക്കിലും വായിലും ചെവിയിലും കൈയിട്ടിരുന്ന് സന്തോഷം കൂറുന്ന കുറേ വിഡ്ഢികളെ ഇരുത്തിക്കൊണ്ടാണ് ഇയാൾ ഈ പ്രഭാഷണം നടത്തുന്നത്. ഇദ്ദേഹം വിഡ്ഢികളെന്ന് വിളിച്ചു പറഞ്ഞ് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനിയിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് വരുന്ന വിശ്വാസികളെയാണ്. അവർക്കാർക്കും തന്നെ മുജാഹിദ് ബാലുശ്ശേരി അമേരിക്കയും ഇസ്രായേലിനെയും വെള്ളപൂശിക്കൊണ്ട് ഇറാനെതിരെ സംസാരിക്കുന്നതായി ഒന്നും തന്നെ തോന്നിയിട്ടില്ല. ഈ രാജ്യത്തെ പൗരന് ഉപജീവനം നൽകുന്നതിലോ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് പങ്കുണ്ടെന്ന് കരുതരുത്. ആ നിലക്കല്ല ഈ യുദ്ധത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇറാനിനൊപ്പം നിൽക്കുന്നത്. നേരെ മറിച്ച് അവരോട് അവർ അനീതി കാണിച്ചു എന്നതിന്റെ പേരിലാണ്. അത് പല ആളുകളും മനസ്സിലാക്കി വെക്കേണ്ട വിഷയമാണ്. ഈ പറയുന്ന ഈ വിഡ്ഢിയല്ലേ ഒരു മൈക്കിലൂടെ ഉറക്കെ തെരുവിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് അമ്പലങ്ങൾക്കാരെങ്കിലും സഹായം കൊടുത്തു പോയാൽ അവരെല്ലാം നരകത്തിലാണെന്ന് പ്രഖ്യാപിച്ച് വിധി പ്രസ്താവന നടത്തിയ ആളല്ലേ ഇയാൾ ഉണ്ടാക്കി വെച്ച ആ വിഡ്ഢിത്തര വർത്തമാനത്തിന് എത്ര നാൾ ഒരു സമൂഹവും സമുദായവും മറുപടി പറയേണ്ടി വന്നു? ഇയാൾ വല്ലതും കൊടുക്കുന്ന ആളാണോ? അല്ല. കൊടുക്കാൻ വല്ലതും ഉണ്ടോ? ഇല്ല. എന്താ കാര്യം? ഇദ്ദേഹത്തിന്റെ അടുത്ത ആരോപണമാണ് ഈ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകളൊക്കെ സംഘടന കൊണ്ടാണ് ജീവിക്കുന്നത് എന്നും അമ്പലങ്ങളിൽ അവരുടെ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാൻ വേണ്ടി പാടില്ല, അവർക്ക് സമ്പത്ത് നൽകാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞതുമൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ വിഡ്ഢിത്തമാണ്. അത് ഖുർആന്റെ കൽപ്പനയാണ്. ഈ ചളവള സംസാരിക്കുന്നതിനിടയിൽ അതൊക്കെ ഒന്ന് പരിശോധിക്കണം. ബഹുദൈവാരാധനയ്ക്ക് സഹായം നൽകാൻ വേണ്ടി പാടുണ്ടോ? ഇസ്ലാമിൽ ഏറ്റവും വലിയ ദുൽമി എന്ന് പറയുന്നത് ഷിർക്കാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെന്തൊക്കെയാണ് വലിയ ദുൽമ്? ഇസ്ലാമിൽ ഏറ്റവും വലിയ ദുൽമി എന്ന് പറയുന്നത് ഷിർക്കാണ്. ആ ഷിർക്കിന് വേണ്ടി നമ്മൾ സഹായം നൽകാൻ വേണ്ടി പാടില്ല എന്നത് ഖുർആന്റെ കൽപ്പനയാണ്. അത് സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ വചനം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. അതോർക്കണം, അല്ലാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കില്ലെന്നും അല്ലാഹു അല്ലാത്ത ഒരാളുടെ മുമ്പിലും തലകുനിക്കില്ലെന്നും നമുക്ക് പറയാൻ കഴിയണം. ഇന്ത്യൻ ഭരണഘടന നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കാനും മറ്റൊരു വിശ്വാസത്തിന്റെ അംശവും ജീവിതത്തിൽ ചേർത്ത് വെക്കാനും ഭരണഘടന നമ്മളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ആചാരങ്ങൾ, നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ, നിങ്ങളുടെ മതമെന്തോ അത് നിങ്ങൾ പ്രബോധനം ചെയ്യൂ എന്ന അനുവാദം നൽകിയ ആർട്ടിക്കിൾ 25 അതൊരിക്കലും മറന്നു പോകരുത്. മതലേനമല്ല മതസൗഹാർദ്ദം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാനവിക സൗഹാർദ്ദം എന്ന് പറയുന്നത് ഏതേത് മതത്തിൽ വിശ്വസിച്ചുകൊണ്ടും അവരെ സ്നേഹിക്കാൻ കഴിയുക, അവന്റെ വേദനകളിൽ പങ്കാളിയാവാൻ കഴിയുക. വീടില്ലാത്തവന്റെ നമ്പരം നോക്കുമ്പോൾ മതം നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല, വർഗം നോക്കുന്നില്ല, ആചാരം നോക്കുന്നില്ല. പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി നോക്കുമ്പോൾ അവന്റെ പട്ടിണിയും മുസൽമാന്റെ പട്ടിണിയും ലോകത്തെ എല്ലാ നിലയിലുള്ള പട്ടിണികളും ആ പട്ടിണികളെല്ലാം ഒരേപോലെയുള്ള പട്ടിണികളാണ്. മനുഷ്യരുമായുള്ള സൗഹൃദത്തിനോ സ്നേഹത്തിനോ നമുക്കൊരു പ്രയാസവുമില്ല. ആ ബന്ധം ഊട്ടി ഉറപ്പിക്കാനും എന്നാണ് 60-ാം അധ്യായം 8-9 വചനങ്ങളിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിലും നന്മയിലുമാണ് സഹകരണം, തിന്മയിൽ സഹകരണമില്ല. ശിർക്ക് തിന്മയാണ്, ബഹുദൈവത്വം തിന്മയാണ്. അതിനോട് സഹകരിക്കാനോ അതിനോട് രാജിയാവാനോ ബിദ്അത്ത് തിന്മയാണ്, അതിനോട് രാജിയാകാൻ നമുക്ക് കഴിയില്ല. ഹറാമുകളോട് രാജിയാകാൻ വിശ്വാസിക്ക് സാധിക്കില്ല. അവന് കൃത്യമായ വേദഗ്രന്ഥമുണ്ട്, ആ വേദഗ്രന്ഥത്തിന്റെ ഫോളോ അപ്പ് ഉണ്ട്. നല്ല കാര്യത്തിലും ഭക്തിയിലും നമ്മൾ പരസ്പരം സഹായിക്കണമെന്നും പാപത്തിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത് എന്നും ഖുർആന്റെ കൽപ്പനയാണ്. ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഷിർക്കാണ്. ഷിർക്കൻ വിശ്വാസത്തിന് വേണ്ടി, അവരുടെ ആഘോഷങ്ങൾക്ക് വേണ്ടി, ഇല്ലെങ്കിൽ അവരുടെ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി, അവരുടെ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ സഹായം നൽകാൻ വേണ്ടി പാടില്ല എന്നുള്ളത് കൃത്യമല്ലേ? അത് ഖുർആന്റെ നിലപാടല്ലേ? അതുപോലും അദ്ദേഹം വിഡ്ഢിത്തമായിട്ടാണ് കാണുന്നത്. അതൊക്കെ മതം പഠിച്ച പ്രബോധകർക്കുള്ള ഉത്തരവാദിത്തമാണ്. അത് അവർ പറയും. അത് വേണമെങ്കിൽ നിങ്ങളെ പോലെയുള്ള ആളുകൾ സ്വീകരിച്ചാൽ മതി, യാതൊരു നിർബന്ധവുമില്ല. അതൊക്കെ നിങ്ങൾ പരലോകത്ത് കൊണ്ടുപോയി തീർത്താൽ മാത്രം മതി. ഇവിടെ മതനിയമങ്ങൾ വിശ്വസിക്കുന്ന മതത്തിന്റെ ആളുകളോട് പറയുന്നതാണ് ഇതൊക്കെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് നിലപാടും വേണമെങ്കിൽ സ്വീകരിക്കാം. കൃത്യമായൊരു നിലപാടില്ലാത്ത ആളായതുകൊണ്ട് തന്നെ എന്ത് നിലപാടും നിങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ. അതൊക്കെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അതിന്റെ ഗൗരവത്തോടെ അത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കും. ഇദ്ദേഹം വിഡ്ഢികളാണെന്നൊക്കെ അധിക്ഷേപിച്ച കുറെ ആളുകളുണ്ടല്ലോ, അവരോടൊക്കെ പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണുകയും അത് ഷെയർ ചെയ്യുകയും അത് കമന്റ് ഇടുകയും ഒക്കെ ചെയ്ത് ഇദ്ദേഹത്തെ പോലെയുള്ളവർക്ക് വരുമാനമുണ്ടാക്കുവാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ആളുകൾ,
അവർ ഗൗരവത്തോടെ മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള പൊതുശല്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സമയം ചെലവാക്കരുത് എന്ന്. പല ആളുകളും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു വെച്ച് വലിയ ആവേശത്തോടെ എടുത്ത് തലയിലേറ്റ് നടന്നതാണല്ലോ. നിരന്തരം ഇത്തരം വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന ഇദ്ദേഹത്തെയൊക്കെ എടുത്ത് തലയിൽ വെച്ച് നടക്കുന്ന ആളുകൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക. നിങ്ങൾ വിശ്വാസികളാണോ എങ്കിൽ ചില കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. സമസ്തക്കാരെ എന്തെങ്കിലും ഇദ്ദേഹം പറയുമ്പോൾ അതിനെ എടുത്ത് നടക്കുക, മുജാഹിദ് എന്തെങ്കിലും പറയുമ്പോൾ സമസ്തക്കാരെടുത്ത് നടക്കുക, ഇതൊക്കെ പതിവായി സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ആ രംഗപ്രവേശനവും പരിഹാസവും ഒക്കെ കാണുമ്പോൾ തന്നെ പല ആളുകളും അപ്പോൾ തന്നെ സൂചന നൽകിയതാണ് ഇത് നാസിർ മാനൂരാന്റെ ഒക്കെ വേറൊരു പതിപ്പാണ് എന്നുള്ളത്. അതുകൊണ്ട് ഗൗരവത്തോടെ നാം കാണുക, അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാകുക. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.